നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. ശ്രീയമ്മ വരുന്നുണ്ട് എൻ്റെ ഒപ്പം. റെഡി ആവുന്നതിനിടയ്ക്ക് നില വെറുതെ ഒന്ന് ചോദിച്ചാണ്. ശ്രീയെ തറവാടിലേക്ക് കൊണ്ടുപോകാൻ എന്തോ നീലാംബരിക്ക് തോന്നിയില്ല. സ്വന്തം സഹോദരൻ കൊല്ലപ്പെട്ട തറവാടിലേക്ക് എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് താൻ ശ്രീയമ്മയെ ക്ഷണിക്കുമ്പോൾ നാളെ ഒരു ദിവസം താൻ ക്രൂശിലേറ്റപ്പെടുമ്പോൾ ഈ ചോദ്യവും ഉണ്ടാവും. എല്ലാം ഒളിച്ചു വെച്ചിട്ട് എന്നെ കൂടി നീ അങ്ങോട്ട് കൊണ്ടുപോയില്ലേ എന്നൊരു ചോദ്യം ശ്രീയമ്മയിൽ നിന്നുണ്ടായാൽ താനൊരു പക്ഷേ അത് താങ്ങില്ല. കൂടെ പോരുന്നോ എന്ന് നില ചോദിക്കുമ്പോൾ ശ്രീയുടെ ഉള്ളവും തേങ്ങി. ആ പടിയടക്കാൻ തനിക്ക് കഴിയില്ല. ഏട്ടന്റെ ആത്മാവ് തളക്കപ്പെട്ട ഇടം, ദുരഭിമാനക്കൊല നടന്ന ഇടം. ജാൻ പറഞ്ഞ വാക്കുകൾ ശ്രീക്ക് ഓർമ്മ വന്നു. മമ, വിവാഹം ഒന്ന് കഴിഞ്ഞോട്ടെ. ആദ്യം നീലാംബരി സേഫായിരിക്കണം. അണ്ടിൽ തൻ അങ്കിളിനെ കൊന്നവർ സ്വസ്ഥമായി ഉറങ്ങട്ടെ. ശശിധരനെ കാണേണ്ട പോലെ കണ്ട തത്ത പറയും പോലെ അയാളെല്ലാം പറയും. പക്ഷേ എനിക്ക് വേണ്ടത് കൊന്നവനെയല്ല, കൊല്ലിച്ചവനെയാ. കാരണം ശശിധരനും ഫാമിലി ഇതുവരെ നേരിൽ കണ്ടിട്ടില്ലാത്ത ദാറ്റ് മാൻ നമ്മുടെ കുടുംബത്തിനുള്ളിലാണ് ഉള്ളത്. അവരൊന്ന് മാൻഷനിൽ വന്ന് സ്റ്റേ ചെയ്യുമ്പോൾ ഡ്രൈവർ മുതൽ ഷെഫ്, സെക്യൂരിറ്റി, വീട്ടിലുള്ളവർ, ഗാർഡ്സ് എന്ന് വേണ്ട എല്ലാവരെയും നേരിൽ കണ്ടിട്ടുള്ളതാ. ആ ശോഭന ടീച്ചർ പറഞ്ഞ പോലെ ആണെങ്കിൽ ഡാഡിയെ കണ്ടിട്ട് പോലും ശശിധരനിലും കുടുംബത്തിൽ ഒരു തരത്തിലുള്ള ഞെട്ടലും ഇല്ലായിരുന്നു. സോ ദാറ്റ് മാൻ ലീവ്സ് എമംഗ് us. വെയറിങ് എ മാസ്ക്. ശോഭന ടീച്ചർക്ക് ബോധം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ശ്രീയമ്മ ഏതോ ഗുഹയിൽ നിന്ന പോലെ നീലാംബരിയുടെ ശബ്ദം ശ്രീയുടെ ചിന്തകളെ കയറി മുറിച്ചു. എന്താ ആലോചിക്കുന്നേ? പേടിക്കണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ശ്രീയമ്മക്ക് ഒത്തിരി തിരക്കുകളല്ലേ. ഞാൻ ആദ്യം പോയി എല്ലാം സംസാരിക്കാം. പിന്നെ നിങ്ങളെല്ലാവരും ഒരു ദിവസം പതിയെ വന്നാൽ മതി. അതും തിടുക്കൊന്നും വേണ്ട കേട്ടോ. ഞാൻ ഉടനെ തിരികെ വരും. ഏറിയ 2 ദിവസം. അതാ ഞാനിപ്പോൾ ഓർത്ത്. കല്യാണ തിരക്കാരന് ഹോസ്പിറ്റലിൽ പ്രോപ്പറായിട്ട് പോകാൻ കഴിഞ്ഞില്ല. നാളെ മുതൽ പോകണം. ഇവിടുന്ന് അധികം ദൂരമില്ല ട്രിവാൻഡ്രത്തേക്ക്. മോളെ ഡ്രൈവർ കൊണ്ടാക്കും. ഞാനും മോൾക്കൊപ്പം വരാം. പോകുമ്പോൾ കാവ്യയുടെ വീട്ടിലാക്കിയാൽ മതി എന്നെ. അവിടെ ഇന്നൊരു ദിവസം നിന്നിട്ട് ഞാൻ അവർക്കൊപ്പം നാളെ മാൻഷനിലേക്ക് പോയിക്കോളാം. വെള്ളടിച്ച് ഉറങ്ങിയവരൊക്കെ എങ്ങനെയും പോയിക്കോട്ടെ. പിന്നെ അമ്മ അച്ഛനെയും കൊണ്ടേ വരുള്ളൂ എന്ന് പറഞ്ഞ് നിൽപ്പാ. കാവ്യയുടെ വീട്ടിലെത്തിയ ശേഷം അവിടെ നിന്ന് ഒരു ബസ്സിൽ കയറ്റി വിട്ടാൽ മതി ശ്രീയമ്മ. എനിക്ക് അങ്ങനെ പോകാനാണ് ഇഷ്ടം. നില പറയുമ്പോൾ ശ്രീപതിയെ ചിരിച്ചു. അത് വേണ്ട, അഹങ്കാരം പറയല്ല. പക്ഷെ ഇനി മുതൽ നീലാംബരി ആ പഴയ ആളല്ല. നീലാംബരി ഇന്നലെ മുതൽ ഇന്ത്യ അറിയപ്പെടുന്ന ലോകം അറിയപ്പെടുന്ന ഒരു ഫാഷൻ കമ്പനിയുടെ സിഇഒയുടെ ഭാര്യയാണ്. അതുകൊണ്ട് ഇനി ബസ്സിൽ കയറി ഇറങ്ങണ്ട കേട്ടോ. അതൊരു സുഖാശ്രീയമ്മ. നമ്മൾ ആരും തിരിച്ചറിയപ്പെടാതെ തേച്ച സാധാരണക്കാരിയായി എല്ലാവർക്കും ജീവിക്കാൻ കഴിയണം. അതിലാ ഒരു ത്രില്ല്. നീലാംബരി പറയുമ്പോൾ ശ്രീ അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു. അച്ഛൻ്റെ മോള്. അവരുടെ മനസ്സ് നിറഞ്ഞു. അതെ, തറവാടിൽ സ്മാർട്ട് ഫോൺ ഇല്ലെന്നല്ലേ ഉള്ളൂ. ന്യൂസ് പേപ്പർ വരുത്തുന്നുണ്ടോ? ശ്രീ കളിയായിക്കൊണ്ട് ചോദിച്ചു. ന്യൂസ് പേപ്പർ ഇല്ല, പക്ഷെ മായയുടെയും ലാവണിയുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട്. പിന്നെ കൽപ്പനാമ്മയുടെ ആങ്ങളെ തത്തൻ്റെ കയ്യിൽ എപ്പോഴും ഒരെണ്ണം കണ്ടിട്ടുണ്ട്. അയാൾ ചീത്തയാ. അയാൾ ആ ഫോൺ കൊണ്ട് നടക്കുന്ന കോൾ ചെയ്യാനല്ല. മനസ്സിലായി. ഇന്നലെ മുതൽ ന്യൂസ് ഉണ്ട്. മേനോൺസിന്റെ അനന്തരാവകാശികൾ വിവാദത്തിലായ കാര്യം പത്രത്തിലുണ്ട്. താമസിയാതെ നിങ്ങളുടെ ഫോട്ടോയും വരും. പിന്നെ സിനിമാ നടന്മാരൊന്നും അല്ലാത്തതുകൊണ്ട് ആരും നീ ചെയ്യാൻ വരില്ല. ന്യൂസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എങ്കിലും ഈടായിട്ട് ഉണ്ണിക്കുട്ടൻ കുറച്ച് ഫേമസാ. അതുകൊണ്ട് ഉടനെ നീയും വൈറലാവും കേട്ടോ. നിലയൊന്ന് ചിരിച്ചു. എങ്കിലും കൊച്ചെ, നിന്റെ കൈ കൊണ്ട് വല്ലതും വെച്ചുണ്ടായി കഴിക്കാന്ന് കരുതി എനിക്ക് ഈ അവസ്ഥ വന്നില്ലൂടി. വലിയ ഉരുളയിൽ ചപ്പാത്തിക്ക് വേണ്ടി ഗോതമ്പാവ് കുഴക്കായിരുന്നു കിരൺ. വെള്ളമൊഴിച്ച് കാവ്യ ദോശമാവാക്കി. എന്നിട്ട് വെളുക്കിൽ നിന്ന് ചിരിക്കുകയാണ് കാവ്യ. ഇതിലും ഭേദം എന്റെ നിലക്കൊച്ചാ. ബെസ്റ്റ്. ഞാൻ വെള്ളമൊഴിച്ചുകൊണ്ട് നമുക്ക് ദോശ ഇടാനെങ്കിൽ പറ്റും. അവളായിരുന്നെങ്കിൽ ഗോതമ്പാവ് വെച്ച് നീ കുറുക്കുണ്ടായി കുടിച്ചേനെ. എന്റെ കാവ്യ, നീ അങ്ങനെയൊന്നും പറയല്ലേ. ശരിയാ, മേലെ വേണ്ടേ. രണ്ടിനെയും പിടിച്ച് കെട്ടിച്ചില്ലേ? എന്നിട്ടും ഞാനാണല്ലോ താരം. പുറകിൽ കേട്ട ശബ്ദം ഇരുവരും തിരിഞ്ഞു നോക്കി. നീലാംബരിയും ശ്രീയുമാണ്. ഇതാരാ? ഇന്നലെ നിന്റെ കെട്ടിയുടെ റിസോർട്ട് റൂമിൽ നിന്ന് പോലീസ് റെയ്ഡിൽ പിടിച്ചത് ന്യൂസ് ഉണ്ടായിരുന്നു. ആരാ കാമുകി? ആവണിയാണോ? കിരൺ കളിയാക്കും പോലെ പറയുമ്പോൾ നില ശ്രീയെ നോക്കി കണ്ണൂർപ്പിച്ചു. ഞാനൊന്നും പറഞ്ഞില്ലെന്ന പോലെ ശ്രീ വിഷയം മാറ്റി. അയ്യോടാ മോനെ, ഒറ്റ രാത്രി കൊണ്ട് നീ ആകെ വയസ്സായി പോയല്ലോടാ. ശ്രീ കിരണിന്റെ അടുത്ത് വന്ന് മുടിയിൽ തടവിക്കൊണ്ട് പറഞ്ഞു. ഇത് ഗോതമ്പാ ശ്രീയമ്മ. കാവ്യ പറഞ്ഞിട്ട് ശ്രീയും നിലയും ചിരിച്ചു. എവിടെ മിസ്റ്റർ കലിപ്പൻ? നാണക്കേട് കാരണം മുണ്ടുമൂടി നടപ്പാണോ? അടിച്ചു പിരിഞ്ചു. അതും ശ്രീയാണ് പറഞ്ഞു. ജാതകദോഷം അല്ലാണ്ട് നോമ്പ് എന്താപ്പ പറയാ. ചേരാത്ത നാളുകാരെ ചേർത്ത് വെച്ചാ ഇങ്ങനെ ഉണ്ടാവൂ. ഇനി വരുന്നത് അനുഭവിക്കുക. കിരൺ നമ്പൂരി കളിക്കുകയാണ്. എന്നിട്ട് ആവണി തമ്പുരാട്ടി എവിടെ? എങ്കിലും ജാന്റെ ഒരു അവസ്ഥയെ ആവണി ചെക്കനെ പീഡിപ്പിച്ചിരുന്നെങ്കിൽ എന്തായനെ? നില, നിന്റെ ബെഡ്റൂമിൽ അവന്റെ ഫസ്റ്റ് നൈറ്റ് നായ നക്കിയേനെ. കിരൺ പറഞ്ഞിട്ട് ശ്രീയുടെ കണ്ണു തള്ളി. പാവി, ഈ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇവർ രണ്ടിനെയും ഞാൻ തന്നെ റൂമിൽ പൂട്ടിയിട്ട് ഫസ്റ്റ് നൈറ്റ് നടത്തിച്ചേനെ. ഇതിപ്പോ പ്രേതങ്ങളുടെ ഇടയിൽ. നില, ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, എന്റെ ചെക്കന് ഞാൻ തരില്ല കേട്ടോ. നീലാംബരിയും ചിരിച്ചു.
പേടിക്കണ്ട, ഉണ്ണിയേട്ടൻ ഞാൻ ആ വീട്ടിൽ ഉറക്കില്ല. അതുകൊണ്ടാണ് ഉണ്ണിയേട്ടൻ നിർബന്ധിക്കാൻ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത്. ഒറ്റയ്ക്കല്ല, ലൂക്കയുണ്ട്. ലൂക്ക നിന്നെ തറവാട്ടിലാക്കി തരും. എന്നെ രാവിലെ വിളിച്ചിരുന്നു. പോകുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനും പറഞ്ഞു നീ നാട്ടിൽ പോവാന്ന്. പിന്നെ നിന്നെ കെട്ടിയോ പിണക്കാണെങ്കിലും നിനക്ക് വേണ്ടി ഗാർഡ്സിനോടായിരിക്കില്ല. അതുകൊണ്ട് ഒറ്റയ്ക്കാണെന്നുള്ള പേടിയൊന്നും വേണ്ട. അതിന് നില സംശയത്തോടെ അവർ നോക്കി ചോദിച്ചു, ലൂക്ക എങ്ങോട്ടാ പോകുന്നേ? ആ സോറി, അത് പറയാൻ പറഞ്ഞു. ലൂക്ക പോവാ ദുബായിക്ക്. ഇനി നാട്ടിലേക്കില്ലെന്നാ പറഞ്ഞേ. അതെന്താ പെട്ടെന്ന്? ഇന്നലെ കൂടി ഒന്നും പറഞ്ഞില്ലല്ലോ കിരണേട്ടാ. അറിയില്ലടി, പെട്ടെന്നെടുത്ത് തീരുമാനാ. കാവ്യയുടെ വീട് ചുറ്റി കാണുകയാണ് നിലയും ശ്രീയും. ഇതിനിടയിൽ നില ജാന്റെ ഫോണിൽ 100 തവണയെങ്കിലും വിളിച്ചിട്ടുണ്ടാവും. ഇരുനില വീടാണ് കാവ്യയുടേത്. മുകളിലും താഴെയുമായി 4 ബെഡ്റൂമുകളുള്ള അത്യാവശ്യം വലിയൊരു വീട്. മുകളിലെ ആറിൽ പഴയ മോഡലുള്ള ഒരു തടിയിൽ തീർത്ത ഷോക്കേസ്. അതിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന വിധം ഗ്ലാസ് കൊണ്ട് നിർമ്മിതമായ ഡോറുകളാണുള്ളത്. കാവ്യയുടെയും അനിയൻ കാർത്തിയുടെയും ഒക്കെ കുഞ്ഞിലത്തെ ഫോട്ടോകൾ ഷോക്കേസുകളിൽ ചാരി വെച്ചിട്ടുണ്ട്. ഓരോ ഫോട്ടോകളും തികച്ചും കൗതുകത്തോടെ നോക്കിപ്പോയി നീലാംബരി. ഗ്ലാസ് സൈഡിലേക്ക് നീക്കി ഷോക്കേസിൽ നിന്നും കുട്ടിക്കാലത്തെ ഉണ്ടത്തകടി കാവ്യയുടെ ഫോട്ടോ കയ്യിലെടുത്ത് അവൾ ചിരിയോടെ ശ്രീയെ കാട്ടി. കാർത്തിയുടെയും അവളുടെ അമ്മയുടെയും ഫോട്ടോ ഇരുവരിലും നോവുണർത്തി. കാർത്തിയുടെ കൂടെ കാവ്യയുടെ അമ്മയ്ക്കൊപ്പം നിൽക്കുന്ന മനുഷ്യനാവും കാർത്തിയുടെ അച്ഛൻ രാമനെന്ന് അവർക്ക് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ഇയാളാവല്ലേ നില നാട് വിട്ടുപോയ കാവ്യയുടെ അച്ഛൻ പവിത്രൻ? നോക്ക്, പഴയ വിവാഹ ഫോട്ടോ. സ്ത്രീ പറയുന്ന കേട്ട് നില ആ ഫോട്ടോ ശ്രീയുടെ കയ്യിൽ നിന്ന് ആവേശത്തോടെ വാങ്ങി നോക്കി. ഒറ്റ നോട്ടിൽ തന്നെ നീലാംബരിക്ക് അവളുടെ ശ്വാസം നിലച്ച പോലെ തോന്നിപ്പോയി. അറിയാതെ അവൾ പറഞ്ഞുപോയി, പ്രേമനെങ്കിൽ. ലൂക്കൊപ്പം തറവാട്ടിലേക്ക് നീലാംബരി യാത്രയാക്കുമ്പോൾ ശ്രീ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ കാതിലായി പതിയെ പറഞ്ഞു, മോളിപ്പോ ആരോടും പറയണ്ട, കാവ്യയോടും കേട്ടോ. അവൾ മേലെ തലയാട്ടി സമ്മതിച്ചു. കാവ്യയും കിരണും വല്ലാത്തൊരു ലോകത്താണ്. ഈ ഭൂമിയിലെ ഏറ്റവും സന്തോഷമുള്ള ദമ്പതികൾ എന്ന് പോലും തോന്നിപ്പോയി നീലാംബരിക്ക്. കാറിലിരിക്കുമ്പോഴും അവൾ പലവിധ ചിന്തകൾ അരട്ടിക്കൊണ്ടിരുന്നു. ഒരുപക്ഷെ ടീച്ചർ നമുക്ക് അറിയാമായിരിക്കുമോ പ്രേമനങ്ങളുടെ മറ്റൊരു ബന്ധം നേരത്തെ ഉണ്ടെന്നും അതിലൊരു മകളുണ്ടെന്നും. പ്രേമനങ്ങളുടെയും ടീച്ചറമ്മയുടെയും വിവാഹ ഫോട്ടോ അവരുടെ ചെറിയ വീട്ടിൽ ഇപ്പോഴും ചുമരിൽ തൂക്കിയിട്ടുണ്ട്. താൻ കുട്ടിക്കാലം മുതൽ കാണുന്ന ഒന്നാണത്. ടീച്ചറമ്മയ്ക്ക് എല്ലാം അറിയാമായിരുന്നുവെങ്കിൽ കണ്ണുപൊട്ടുന്ന ക്രൂരതയാണ് കാവ്യയോടും അവരുടെ അമ്മയോടും പ്രേമനങ്ങളും ടീച്ചറമ്മയും കാണിച്ചത്. ഒരുപക്ഷെ ആ ശാപമായിരിക്കും പ്രേമനങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നു. നീലാംബരി ചിന്തകളിൽ നിന്നുണർന്ന് ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് നോക്കി. ഉണ്ണിയേണ്ണ ഇന്നലെ പാതിരാത്രി മുതൽ ഒത്തിരി തവണ താൻ വിളിച്ചതാണ്, മെസ്സേജ് അയച്ചു. അത് കണ്ടില്ലെന്ന് നടിക്കാൻ മാത്രം താൻ അത്ര വലിയ തെറ്റാണോ ചെയ്തത്? കിരണേട്ടൻ പറഞ്ഞ പോലെ വീട്ടിലെ കലിപ്പൻ ഉണ്ണിക്കുട്ടൻ താൻ ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. വഴക്കിട്ട് പിണങ്ങി ഭക്ഷണം പോലും കഴിക്കാതെ കട്ടിൽ പോയി കമിഴ്ന്ന് നടക്കുന്ന ഉണ്ണിക്കുട്ടൻ മാൻഷനിൽ സ്ഥിരം കാഴ്ചയാണെന്നാണ് കിരണേട്ടനും ശ്രീയമ്മയും പറഞ്ഞത്. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു? സാധാരണ തന്നെ തറവാട്ടിലേക്ക് ഒറ്റക്കയക്കാത്ത മനുഷ്യനാണ്. അവൾ പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. ഇല്ല, ഗാർഡ്സിന്റെ കാറുകൾ മുന്നിലോ പുറകിലോ ഒന്നുമില്ല. അത്രയ്ക്ക് ദേഷ്യമുണ്ട് ഉണ്ണിയേട്ടന് തന്നോട്. പലവിധ ചിന്തകൾക്കിടയിൽ ഡ്രൈവർ സീറ്റിലിരുന്ന് നിറഞ്ഞ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് അമർത്തി തുടക്കുന്ന ലൂക്കി അവൾ ശ്രദ്ധിച്ചിരുന്നേയില്ല. അവളുടെ മനസ്സിൽ ജാന്റെ ചിന്തകൾ മാത്രമായിരുന്നു. പെട്ടെന്നാണ് കിരൺ പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്ന്. ലൂക്ക് ദുബായിക്ക് പോകുന്ന വിവരവും ഇനി തിരികെ വരില്ലെന്നുള്ളതും. കയ്യിലിരുന്ന ഫോൺ ബാഗിലേക്ക് വെക്കുന്നതിനിടയിൽ അവൾ ലൂക്കിയെ നോക്കാതെ തന്നെ ചോദിച്ചു, ഒളിവിൽ പോവാന്നറിഞ്ഞ് പ്രേം സാറായിട്ട് ലൂസിക്കുട്ടി ഒളിച്ചുവിടുകയാണല്ലേ? പക്ഷെ പ്രതീക്ഷ പോലെയുള്ള പൊട്ടിച്ചിരി അവിടെ കേൾക്കാത്തോണ്ട് നില മുഖം തിരിച്ച് ലൂക്കയെ നോക്കി. ലൂക്ക എന്താ? അയ്യോ കരയാണ് ലൂക്ക. തന്റെ കരച്ചിൽ നില കണ്ടു എന്ന് ബോധ്യമായപ്പോൾ ആ കരച്ചിലിന്റെ ആക്കം കൂടി. ഒപ്പം നില ലൂക്കയെ കുലുക്കി വിളിച്ചുകൊണ്ടിരുന്നു. എന്താ ലൂക്ക, ഒന്ന് പറ. ലൂക്ക വണ്ടി നിർത്തി ലൂക്ക. ആദ്യം ദേഷ്യപ്പെട്ട് പറഞ്ഞെങ്കിലും അവസാനം അവിടെ സ്വരം അത്രയ്ക്കും താഴ്ന്നു പോയിരുന്നു. ലൂക്ക ഒതുങ്ങിയിടം നോക്കി വണ്ടി സൈഡ് ഒതുക്കി നിർത്തിയ ശേഷം സ്റ്റിയറിംഗിൽ പിടിച്ചിരുന്ന തന്റെ കൈകളിൽ നെറ്റിമുട്ടിച്ച് കരയാൻ തുടങ്ങി. ഓപ്പൺ ചിന്തകളെ പുറകിലേക്ക് അയച്ചുകൊണ്ട് നീലാംബരിക്ക് മുന്നിൽ മനസ്സ് തുറന്നു. ഇന്നലെ വിവാഹശേഷം ലൂക്ക മാൻഷനുള്ളവർക്കൊപ്പം ആലപ്പുഴയിലുള്ള റിസോർട്ടിലേക്ക് വരാൻ ഒരുങ്ങവേ പാതി വഴിയിൽ യാത്ര ഒഴിവാക്കി എറണാകുളത്തുള്ള ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അങ്ങനെ പാതിരാത്രിയോടെ ഫ്ലാറ്റിലെത്തിയ ലൂക്ക ഉറങ്ങിക്കിടക്കുന്ന പ്രേമിനെ ശല്യം ചെയ്യേണ്ടെന്ന് കരുതി തന്റെ കയ്യിലുള്ള കീ കൊണ്ട് ഫ്ലാറ്റ് തുറന്ന് അകത്തേക്ക് കയറി. ഒരുമിച്ചാണ് താമസമെങ്കിലും ലൂക്കക്കും പ്രേമിനും അവരവരുടെ പ്രൈവസിക്ക് വേണ്ടി വേറെ വേറെ ബെഡ്റൂമുകളാണ് ഉള്ളത്. പ്രേമിന്റെ റൂമിനടുത്തെത്തിയതും അകത്തുനിന്ന് കേൾക്കുന്ന സ്വരം ലൂക്കയുടെ ശ്വാസം വിലങ്ങും വിധത്തിലുള്ളതായിരുന്നു. റൂമിൽ നിന്ന് ഉച്ചത്തിൽ കേൾക്കുന്ന സീൽക്കാരങ്ങൾ, സംസാരങ്ങൾ എല്ലാം തനിക്ക് പരിചിതമാണ്. ലൂക്കയ്ക്ക് മനസ്സിലായി, അതെ, ചൈതന്യ മേനോൻ അവളുടേതാണ്. പ്രേം തന്നെ വഞ്ചിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല ലൂക്കയ്ക്ക്. അവരുടെ കാമവീഴ്ചകൾ തകൃതിയിൽ നടക്കുമ്പോൾ ലൂക്ക തന്റെ വസ്ത്രങ്ങളും ഇമ്പോർട്ടന്റ് തിങ്സും മറ്റും പാക്ക് ചെയ്തു. അപ്പോഴും സ്വയം പഴിച്ചുകൊണ്ടിരുന്ന ലൂക്ക. തികച്ചും ദൈവവിശ്വാസിയായ ലൂക്ക ആ സമയം തന്നെ ഇങ്ങനെ രൂപത്തിലും ഭാവത്തിലും ജനിപ്പിച്ചു ഉടയോനെ പഴിച്ച നിമിഷങ്ങളായിരുന്നു കടന്നുപോയത്. ഉയർച്ചയുടെ കൊടുമുഴിയിൽ നിൽക്കുമ്പോഴും ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് കൂടിയും തന്റെ ജീവിതം ഒരിടത്ത് എത്തില്ലെന്നൊരു തോന്നൽ ലൂക്കയിലുണ്ടായി. അല്പസമയം ഹാളിലെ കൗച്ചിൽ തലയായിച്ച് കണ്ണുകളടച്ച് വെറുതെ ഇരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം പ്രേമിന്റെ ബെഡ്റൂം വാതിൽ തുറന്നു പ്രേമും ചൈതന്യയും പരസ്പരം കെട്ടിപ്പിണുന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. ആരന്റെ വെളിച്ചത്തിൽ ലൂക്ക കണ്ടു.
ഏയ് ചൈതന്യ, കുറച്ച് വെള്ളം കുടിക്കാനുള്ള ഗ്യാപ്പ് തരാമോ നീ എനിക്ക്? ആ ശിഖണ്ഡി നിനക്ക് വെള്ളം കുടിക്കാനുള്ള ഗ്യാപ്പ് തരാറുണ്ടോ പ്രേം? നീ അവനെ കളഞ്ഞ് എൻ്റെ ഒപ്പം കൂട് പ്രേം. എത്ര നാളാണ് ഇങ്ങനെ അഭിനയിച്ച് ജീവിക്കുക? ഇരുവരെയും ലോക കണ്ണു നിറച്ചും കണ്ടു. നീ എന്തായി പറയുന്നത്? അവനും ഞാനും തമ്മിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല. ആ കാര്യത്തിൽ അവൻ നീറ്റാ. പെണ്ണായിട്ട് മതിയെന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് ഞാൻ സമ്മതിക്കില്ല. കാരണം ഞാനൊരു ഗേ ആണെന്ന് ഞാൻ അവനോട് കള്ളം പറഞ്ഞു. അവിടെ അവൻ സ്റ്റെക്കായി. പക്ഷെ ആ 9 ഒരു 1.5 ഉരുപ്പടിയാ. ഐ ഓൺലി വാണ്ട് ഹിം ഫോർ ദി മണി. അവള് പെണ്ണായിട്ട് എൻ്റെ മുമ്പിൽ വരട്ടെ, അപ്പൊ നോക്കാം. അതുവരെ ഇങ്ങനെ തുടരട്ടെ. ലോകയുടെ പാർട്ണർഷിപ്പ് എന്ന ഒറ്റ കാരണം കൊണ്ട് എനിക്ക് കിട്ടുന്നൊക്കെ ലക്ഷങ്ങളുടെ വർക്കുകളാ മാത്രോ, ഒപ്പം പ്രശസ്ത്രീ. അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ടുള്ള നീ അവനായിട്ട് എന്ത് ഇടപാട് നടത്താനാ? എനിക്ക് പണ്ട് മുതലുള്ള സംശയമായിരുന്നു, ഇപ്പൊ ക്ലിയറായി. വേണേലും ഇടപാടൊക്കെ നടത്താം. അതെന്താ, നീ റൂമിലേക്ക് വാ, കാട്ടിത്തരാൻ ഞാൻ. പ്രേം പറഞ്ഞു കഴിഞ്ഞതും ഹാളിൽ വെളിച്ചം വീണിരുന്നു. ലോക അവിടെ കണ്ടതും പ്രേമം ഞെട്ടി. ഇരുവരും പൂർണ്ണ നഗ്നരായിരുന്നു. പെട്ടെന്ന് തന്നെ ചൈതന്യ നിലത്തേക്ക് ഊനിക്കൂടി തന്റെ നഗ്നത മറച്ചു. പ്രേം അതുപോലെ നിലത്തേക്കിരുന്നു. പക്ഷെ ചൈതന്യയിൽ അപ്പോഴൊരു പുച്ഛഭാവമായിരുന്നു. പറ്റില്ല, ഇനിയൊന്നും പറഞ്ഞ് ലോകയെ കൺവിൻസ് ചെയ്യാൻ സാധിക്കില്ലെന്ന് പ്രേമിന് മനസ്സിലായി. ലോക തന്നെ ഫോൺ കയ്യിലെടുത്ത് ഇരുവരുടെയും കുറെ ഫോട്ടോസ് പകർത്തിയെടുത്തു. നീ പറഞ്ഞ കറക്റ്റാ പ്രേം. ഫ്രം ദിസ് മൊമെന്റ് ഓൺ യു വിൽ ബി വാനിഷ്ഡ് ഫ്രം ദി ഫാഷൻ ഇൻഡസ്ട്രി ഫോർ എവർ. അതിന് നിങ്ങൾ ഈ പറഞ്ഞ ശിഖണ്ഡി വിചാരിച്ചാൽ മാത്രം മതി. ആൻഡ് ചൈതന്യ, നിന്റെ കാര്യത്തിൽ എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചതിന് ദൈവത്തിന് നന്ദി. സിനിമകളില്ലാത്തൊരു ജീവിതം നിനക്ക് ഓർക്കാൻ കഴിയുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലേ? ഫ്രം ദിസ് മൊമെന്റ് ഓൺ യു ടു ഷുഡ് പ്രിപ്പയർ ഫോർ ഇറ്റ്. അത്ര നേരം നിസ്സായ ഭാഗത്തിലിരുന്ന പ്രേമിന്റെ മുഖം ലോകയുടെ വാക്കുകൾ കേട്ട് വലിഞ്ഞു മുറുകി. അവൾ, ആ നീലാംബരി, അവളല്ലേ നിന്നെ ഈ സമയം കൊണ്ട് പറഞ്ഞു വിട്ട്? അല്ലെങ്കിൽ വെഡിങ് പാർട്ടിക്ക് പോയാൽ നീ എങ്ങനെയാണ് തിരികെ എത്തുക? അവൾ തന്നെയാ ചൈതന്യ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, അവൾ ഒരിക്കലും ഡാഷ് മോന്റെ പേര് പറഞ്ഞോട് ഉടക്കാമെന്ന കാര്യം. ഡാഷ് മോൻ എന്ന വിളി പ്രേമിന്റെ നാവിൽ നിന്ന് വീണതും ലോകയുടെ ചുണ്ടിലോ മങ്ങിയ ചിരി വിരിഞ്ഞു. പ്രേം, ഈ നിമിഷവും ഞാൻ നിന്നിൽ നിന്നൊരു മാപ്പപേക്ഷ പ്രതീക്ഷിച്ചിരുന്നു. അത്രമാത്രം പറഞ്ഞുകൊണ്ട് നിറഞ്ഞ കണ്ണുകളുമായി തന്റെ ട്രോളിംഗ് എടുത്ത് ലൂക്ക ഫ്ലാറ്റ് വിട്ടു. സ്റ്റേറിംഗിൽ തലയാച്ചിരുന്ന് പൊട്ടിക്കറിയുന്ന ലൂക്കെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അറിയാതെ പോയി നീലാംബരിക്ക്. ലൂക്ക, എനിക്കൊരു ചെറിയ സംശയം തോന്നിയിരുന്നുള്ളത് ശരിയാ. പക്ഷേ ആ ചൈതന്യയുടെ സ്വഭാവവൈകൃതാവതെന്ന് പിന്നീട് എനിക്ക് തോന്നി. അതാ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ആ സംശയം എൻ്റെ ഉള്ളിൽ തന്നെ വെച്ചത്. നീലാംബരി അത് പറയുമ്പോൾ മനസ്സിൽ തെളിഞ്ഞ ചൈതന്യ പ്രേമിന്റെ ചുണ്ടിൽ ചുംബിക്കുന്ന രംഗമായിരുന്നു. ഇല്ല നില, ഒരുപക്ഷെ നീ പറഞ്ഞിരുന്നുവെങ്കിലും എൻ്റെ കണ്ണിൽ കാണുമ്പോൾ ഞാനത് വിശ്വസിക്കില്ലായിരുന്നു. അത്രയ്ക്ക് വിശ്വാസമായിരുന്നു എനിക്ക് അവന്. സ്കൂൾ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയ കൂട്ടുകാരൻ റീയൂണിയനിൽ പങ്കെടുത്തപ്പോൾ പരിചയം പുതുക്കി. ഫാഷൻ ഫോട്ടോഗ്രാഫറാണെന്ന പ്രേമിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഞാൻ കൈത്താങ്ങായി. അവൻ തന്നെ എന്നെ പ്രപ്പോസ് ചെയ്തു. ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോഴും ഒരുമിച്ച് താമസിക്കുമ്പോഴും മറ്റുള്ളവരുടെ കണ്ണിൽ ഞങ്ങൾ കപ്പിൾസാ. പക്ഷെ അന്നൊക്കെ അവൻ എനിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ മനസ്സുകൊണ്ട് മാത്രമേ ഒരു സ്ത്രീ ആയിട്ടുള്ളൂ. ശരീരം കൊണ്ടൊരു സ്ത്രീ ആവണമെന്ന് എൻ്റെ സ്വപ്നം പോലും ഞാൻ ഉപേക്ഷിച്ച് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു, ഇപ്പം പ്രേമിന് വേണ്ടി. ഇടക്കാലത്ത് എപ്പോഴും അവൻ എന്നോട് പറഞ്ഞു അവനൊരു ഗേ ആണെന്ന്. ഞാൻ പൂർണ്ണമായിട്ടൊരു സ്ത്രീ ആയി കഴിഞ്ഞാൽ ഒരു ഗേ ആയ പ്രേമനെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നൊരു ഭയം എനിക്കുണ്ടായി. എനിക്ക് അവൻ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ അവൻ്റെ പെരുമാറ്റത്തിൽ നിന്നും അവനൊരു ഗേ അല്ലെന്ന് എനിക്ക് പലപ്പോഴായി തോന്നി തുടങ്ങി. ആ സംശയങ്ങൾക്ക് വിരാമിട്ടുകൊണ്ട് പ്രേം ഒരു ഗേ അല്ലെന്ന് അവൻ തന്നെ പ്രൂവ് ചെയ്തു. ഒപ്പം എൻ്റെ മനസ്സ് ചേർത്തുകൊണ്ട് അവൾ, ആ ചൈതന്യ മേനോൻ, അവൾക്കൊപ്പം. ലൂക്ക പൊട്ടിക്കരഞ്ഞു. ഏറെ നേരം ലൂക്കയെ സമാധാനിപ്പിച്ചു. ആവണിയോടും ചൈതന്യയോടും ഒരുപോലെ അവൾക്ക് വെറുപ്പ് തോന്നി. വൈകുന്നേരത്തോടെയാണ് ലൂക്കയുടെ കാർ തറവാട്ടിലെത്തിയത്. കാറിൽ നിന്നിറങ്ങുമ്പോഴും നില പുറകിലേക്ക് നോക്കി. ഇല്ല, ഗാർഡ്സിന്റെ കാറും തങ്ങളുടെ പുറകെയില്ല. എന്തോ ആൾക്ക് വല്ലാത്തൊരു ഭയം തോന്നി. അടഞ്ഞു കിടക്കുന്ന പടിപ്പുരയിലേക്ക് അവളെ നോക്കി. എല്ലാവരും ഉച്ചയുറക്കായിരിക്കണം, അതാവും പടിപ്പുര അടഞ്ഞിടക്കുന്നെന്ന് ഓർത്തു അവൾ. ലൂക്ക കയറുന്നില്ലേ? അപ്പോഴും കാറിൽ ചാരിയുന്നുകൊണ്ട് തന്നെ ഉറ്റുനോക്കുന്ന ലൂക്കയെ നോക്കി നില ചോദിച്ചു. ഞാനില്ല, എനിക്ക് ട്രിവാൻഡ്രത്ത് കുറച്ച് പരിപാടികൾ കൂടിയുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഉടനെ ഞാൻ ദുബായിക്ക് തിരിച്ചു പോകും. ഇനി ഇപ്പോഴൊന്നും ഞാൻ തിരികെ വരില്ലെന്നില്ല. അങ്ങനെ പറയരുത് ലൂക്ക, ഈ ഒരു കാരണം കൊണ്ട് തോറ്റോടാൻ തീരുമാനിക്കുകയാണോ വേണ്ടത്? അവൾ ലൂക്കയുടെ അടുത്ത് പോയി ആ തോളിൽ കൈ ചേർത്തുകൊണ്ട് ചോദിച്ചു. വോണ്ടഡ് ഹാർട്ട് വിൽ ടേക്ക് ടൈം ടു ഹീൽ. എനിക്ക് സമയം വേണമെന്നില്ല, ഒത്തിരി. ദുഃഖം തളം കെട്ടിയ വാക്കുകൾ നീലാംബരിൽ നോവ് പടർത്തി. എടുത്തോ, എത്ര വേണമെങ്കിലും എടുത്തോ, ഞാൻ കാത്തിരിക്കും. ഈ ലൂക്കയല്ല, എനിക്ക് ഈ ലൂക്കയെ വേണ്ട. എനിക്ക് വേണ്ടത് അവളെയാ, ലൂസി എബ്രഹാമിനെ. തിരികെ വരുമ്പോൾ ഒരു കുഞ്ഞനുജത്തിയുടെ സ്ഥാനത്ത് നിന്ന് ഞാനുണ്ടാവും, എന്നും എപ്പോഴും. ഞാൻ കണ്ടുപിടിച്ചോളാം എൻ്റെ ചേച്ചിക്ക് ഒരു രാജകുമാരനെ. കേട്ടിട്ടില്ലേ, വൺ മാൻ ട്രാഷ് ഈസ് അനദർ മാൻ ട്രഷർ. ഒരു പൊട്ടിക്കരച്ചിലോടെ ലൂക്ക അവളെ കെട്ടിപ്പിടിച്ചു. തിരികെ ലൂക്കയെ ചേർത്ത് പിടിച്ച് അവളും കരഞ്ഞു. പെട്ടെന്നാണ് അവിടേക്ക് ഒരു ബൈക്ക് ചീറിപ്പാഞ്ഞു വന്ന് ദത്തിനും മുകുന്ദനും. നീലാംബരിയുടെ നെഞ്ചൊന്ന് കാളി. അത് സ്വയം അവൾ ഓർത്തിട്ടായിരുന്നില്ല, മറിച്ച് അവളുടെ ലൂസിക്ക് വേണ്ടിയായിരുന്നു. മുറിവേറ്റ മനസ്സുമായി നിൽക്കുന്ന തന്നെ ലൂസി മുകുന്ദന്റെ കുത്തുവാക്കൾ കൂടി താങ്ങില്ലെന്ന് നീലാംബരിക്ക് മനസ്സിലായി. ദത്തിന്റെ രണ്ടു കൈയിലും വലിയ കവറുകളാണ്.
കാണുമ്പോഴേ അറിയാം പോതിനെയോ കോഴിയോ കറുത്തു വാങ്ങിയുള്ള വരവാണ്. ലൂക്ക പെയ്ക്കോ, ഇനിയോട് നിൽക്കണ്ട. എന്താണ് നിന്റെ മറ്റവന്റെ കാവൽപ്പട്ടികൾ കൂട്ടുവന്നില്ലെന്ന്? ബൈക്ക് സ്റ്റാൻഡിട്ട് വെച്ചുകൊണ്ട് ചാടിയിറങ്ങി മുണ്ടുമടക്കിയെത്തി ചുറ്റുമൊന്ന് കണ്ണോടിച്ചുകൊണ്ട് നീലാംബരിയുടെ അടുത്തേക്ക് ചുവട് വെക്കുമ്പോൾ മുകുന്ദൻ ചോദിച്ചു. പക്ഷെ അവളൊന്നും പറഞ്ഞില്ല. ലൂക്കയുടെ മുഖത്ത് മുകുന്ദനെ പുച്ഛിച്ചുകൊണ്ടുള്ള ചിരിയുണ്ടായിരുന്നു. ജയ് ശിവനാഥമേനോന്റെ കാമുകിക്ക് ചിലപ്പോൾ ബോഡി ഗാർഡിന്റെ ആവശ്യമുണ്ടാവും മിസ്റ്റർ മുകുന്ദൻ. പക്ഷെ അവന്റെ ഭാര്യയ്ക്ക് അതിന്റെ ആവശ്യമില്ല. ലൂക്ക് അത് പറയുമ്പോഴാണ് മുകുന്ദൻ നീലാംബരിയെ ശരിക്കും നോക്കുന്നത്. നെഞ്ചിൽ പതിഞ്ഞു കിടക്കുന്ന വലിയ മാലയിൽ കോർത്ത താലി, സീമന്തരേഖയിൽ വര പോലെ കാണുന്ന ചുവപ്പ് രാശി, മൊത്തത്തിൽ വല്ലാത്തൊരു മാറ്റം. ദത്തനും ഒരു ഞെട്ടലോടെ നീലാംബരിയെ നോക്കിക്കണ്ടു. ഞാൻ പോട്ടെ നില, നീ ധൈര്യമായിട്ട് അകത്തേക്ക് പോയിക്കോ, എനിക്കിനി ബോഡി ഗാർഡ്സിന്റെ ആവശ്യം വരില്ല. അതും പറഞ്ഞ് നിലയുടെ കവിളിൽ കൈ ചേർത്ത ശേഷം വേഗത്തിൽ കാറിൽ കയറി ലൂക്ക് യാത്രയായി. ആൾ തിരിഞ്ഞു നോക്കാതെ വേഗത്തിൽ നടന്നു. പടിപ്പുരവാതിൽ തള്ളി തുറന്നിൽ നടക്കുമ്പോൾ കണ്ടു ചാരുപടിയിലിരിക്കുന്ന മായയും ലാവണ്യയും. അവരുടെ കണ്ണുകൾ ഒരു നിമിഷം തുറിച്ചുപോയി. നീലാംബരിയുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു എന്ന് ഒറ്റ നോട്ടത്തിൽ അവർക്ക് മനസ്സിലായി. ചുമന്ന ചുരിദാറിലും താലിമാലയിലും സിന്ദൂര ചുമപ്പിലും പുതിയ ആഭരണങ്ങളിലും പതിവിളിരട്ടിച്ച പെണ്ണിന്റെ സൗന്ദര്യം. ഉമ്മറപ്പടിയിൽ വെച്ചിരുന്ന വലിയ ഒട്ടുകിണ്ടിയിലെ വെള്ളം ഉപയോഗിച്ച് കാല് നനച്ച് ശുദ്ധി വരുത്തി നിലകത്തേക്ക് കയറിപ്പോകുമ്പോൾ മനഃപൂർവ്വം അവൾ മായയും ലാവണ്യയും തടഞ്ഞു. ഇതേ സമയം ഉച്ചമയക്കം കഴിഞ്ഞുകൊണ്ടുവന്ന ശശിധരന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നിരുന്നു. ഹലോ. ഫോൺ എടുത്ത് ചെവിയോട് ചേർത്ത് ഏമ്പക്കം വീണ്ടും കണക്കെ അയാൾ അലറി. ജാൻ. മറുതൽക്കൾ ഇടിമുഴക്കം പോലെ ശബ്ദം. പിന്നീട് കേട്ടൊക്കെ ശശിധരന്റെ കർണപടത്തിലൂടെ തുളഞ്ഞു കയറിയ ഒരു തരം തരിപ്പായിരുന്നു. ഭയം എന്ന വികാരം അയാളെ മൊത്തത്തിൽ മൂടി. അടിയോ അടിയോ. വാതിൽ തള്ളി തുറന്നത്തിനകത്തേക്ക് കയറിയത് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടാണ്. അടിയാ, അവള് ആ നീലാംബരി വന്നു, അവിടെ കെട്ടുകഴിഞ്ഞു എന്ന്. അപ്പോഴും വായി തുറന്നിരുന്ന ശശിധരൻ ദത്തിനൊന്ന് കുലുക്കി വിളിച്ചു. നിങ്ങൾ എന്താളിയാ ചത്തുകുത്തിയ പോലെ ഇരിക്കുന്നത്? ഇവിടെ നടക്കുന്ന പോലെ നിങ്ങൾ അറിയുന്നുണ്ടോ? അവള് ആ നീലാംബരിയുടെ കല്യാണം കഴിഞ്ഞു എന്ന് ദത്തൻ ഒരിക്കൽ കൂടി ഉച്ചത്തിൽ പറഞ്ഞു. അറിഞ്ഞു, അവനായിപ്പോ വിളിച്ച്. യന്ത്രകണക്കിൽ ശശിധരൻ പറയുമ്പോൾ ദത്തനിൽ വല്ലാത്ത ഞെട്ടൽ പ്രകടമായി. അയാൾ കണ്ണുമിഴിച്ചുകൊണ്ട് കൈമലർത്തി. ആര്? അവൻ, അവളുടെ കെട്ടിയോൻ, ആ ജാൻ. ആഹാ, ആ വിളിച്ചു പറഞ്ഞു. അത്രയ്ക്ക് ബഹുമാനുണ്ടോ നിങ്ങളോട് അവന്? ദത്തൻ ആ പറഞ്ഞു കേട്ടാണ് മൂന്ന മുറിയിലേക്ക് വന്ന് മായു ലാവണ്യം പറഞ്ഞറിഞ്ഞ കാര്യങ്ങൾ ശശിധരനെ ധരിപ്പിക്കാനായി കൽപ്പനയെ ഓടിപ്പിടിച്ച് അവിടേക്ക് വരുമ്പോൾ പുറകെ പെൺപടകളും കൂടെ ഓടി. ചുരുക്കി പറഞ്ഞാൽ വിഷവിത്തുകൾ കൂട്ടം കൂടിയെന്ന് സാരം. പാറാളിയ, ആ ചെക്കൻ, ആ ജാനെന്താ നിങ്ങൾ വിളിച്ചു പറഞ്ഞ്? ദത്തൻ വീണ്ടും ചോദിക്കുമ്പോൾ ശശിധരന്റെ നാവിന്റെ ചലനം നോക്കി വായും തുറന്ന് ബാക്കിയുള്ളവർ നിന്നു. തല അറുക്കുമെന്ന് പറഞ്ഞു. അവന്റെ ഭാര്യയെ തൊട്ട തല അറുത്തെടുക്കുമെന്ന്. നീലാംബരിയുടെ മനസ്സോ ശരീരോ വേദനിച്ചു എന്ന് അവള് പറഞ്ഞ ആ നിമിഷം അത് ചെയ്തവരുടെ ശരീരത്തിൽ തല കാണില്ലെന്ന് പറഞ്ഞു. ശശിധരന്റെ നാവ് വരണ്ടു. മേശമലിരുന്ന ഒരു മൊന്തവെള്ളം വായിലേക്ക് കമിഴ്ത്തി അയാൾ അയച്ചു. ചെറിയതപ്പോൾ അയാൾ പറയുന്ന എല്ലാവരും ശ്രദ്ധയോടെ കേട്ടു നിന്നു. ദത്ത, നമ്മുടെ കാലം കഴിഞ്ഞു. എനിക്കെന്തോ വലിയതെന്തോ വരാൻ പോകുന്നൊരു തോന്നല്. എല്ലാം വരത്തന്റെ ശാപ. ഇവിടെ കിടന്ന് ചത്തുമലച്ച ആ വരത്തന്റെ ശാപം. മോനെ മുകുന്ദ, നീ ലാവണ്യ കുട്ടി എവിടെയും പോയി സുഖമായിട്ട് ജീവിക്കണം. ദത്ത, മായയുടെ വിവാഹം ഉടനെ നടത്തണം. കൽപ്പനയെ നീ കൈവെടിയരുത്. വല്യമ്പൂരിയുടെ ആൾക്കാർ എന്നെ വെറുതെ വിടില്ല. ഞാൻ കാരണം അയാളുടെ മോൻ ഈ ഗതി വന്നെന്ന് അയാൾ പറയുന്നു. അതുമാത്രോ, ആ കാലി ആരെയോ കൊന്നെന്നോ മറ്റോ കവലയിൽ സംസാരമുണ്ട്. ഇപ്പതേ കാലിയേക്കാൾ വലിയൊരു കാലനെ എന്നെ വിളിച്ച് നീലാംബരിയുടെ കെട്ടിയോൻ. അങ്ങനെ അവളുടെ കെട്ടും കഴിഞ്ഞു. തറവാടും സ്വത്തുക്കളെല്ലാം അവളുടെ പേരിലുമായി. ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല. കൊല്ലു ഞാനാ ഒരുമ്പെട്ടവളെ, കൽപ്പന പല്ലിയരിച്ചുകൊണ്ട് പറഞ്ഞു. വാടക്കടി. കൊല്ലു എന്ന് പറഞ്ഞാൽ നിന്റെ നാവാവും പിഴുതെടുക്കും. നമ്മൾ കൂട്ടിയാ കൂടുന്ന കുടുംബക്കാരല്ലവര്. അവരുടെ മുന്നിൽ നമ്മൾ വെറും പുഴുക്കൾ. ആ, നിങ്ങളുടെ പെങ്ങളെ സ്വന്താക്കുന്നതിന്റെ മോഹം വെള്ളത്തിൽ വരച്ച വര പോലെയായി. അതും പറഞ്ഞ ദത്തൻ പുറത്തേക്ക് ഇറങ്ങി. ഒപ്പം മുകുന്ദനും. നിന്റെ നീലാംബരി ഒന്ന് തുടുത്തു കേട്ടോ. നിനക്ക് യോഗലടാ. കല്യാണമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇന്നലെ രാത്രി ഞാനവളെ. അതും പറഞ്ഞ ദത്തൻ തിരിഞ്ഞു നോക്കിയും കാണുന്നത് അത്യധികം ദേഷ്യത്തോടെ നിൽക്കുന്ന മുകുന്ദനെയാണ്. ആ, നിന്റെ തന്തപ്പിടി പറഞ്ഞ പോലെ ഒന്നുകിൽ നീ എന്റെ മോളെ കൊണ്ട് തൃപ്തിപ്പെടാൻ നോക്ക്. ഇല്ലേ വാക്കിന് കിട്ടുമ്പോ അവളെ അങ്ങ് കൈവച്ചേക്ക്. ആ നീലാംബരിയെ എന്നിട്ട് ലാവണയും കൂട്ടി നീ നാട് വിട്. അപ്പൊ പിന്നെ ആരും വന്ന് നിന്റെ തലവൊന്നും പേടിക്കണ്ട. പിന്നെ ആ കാലിയെ കൂട്ടുപിടിക്കാന്നുള്ള വ്യാമോഹം ഇനി വേണ്ട. അടയം പറഞ്ഞു കേട്ടില്ലേ, അവൻ ആരെയോ കൊന്നെന്നോ തിന്നെന്നോ മറ്റോ. അല്ലെങ്കിലും നമുക്ക് കൊല്ലാനും തിന്നാനൊക്കെ പറ്റില്ല മുകുന്ദ. നമുക്ക് ഈ പെണ്ണുങ്ങളൊക്കെ പേടിപ്പിച്ച് പൊളകം കൊണ്ട് ജീവിക്കാം. മുകുന്ദൻ അപ്പോഴും കണ്ണുകൾ മുറുക്കിയടച്ച് ദേഷ്യം ഉള്ളിലിരിക്കി അങ്ങനെ നിന്നു. ഭദ്രയും തുളസിയും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് നീലാംബരിയെ കണ്ടിട്ടും മതിയാത്ത പോലെ ഇരുവർക്കും തോന്നി. കഴിഞ്ഞ ദിവസമാണ് ഇവിടുന്ന് പോയത്. വിവാഹം കഴിഞ്ഞെന്നുള്ളതൊക്കെ കിരൺ വിളിച്ച് പറഞ്ഞതിന് ശേഷം ഫോൺ വഴി നീലാംബരിയോട് സംസാരിക്കാൻ ശ്രമിച്ചതുമാണ്.
വിവാഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെന്നുള്ളത് ഭദ്രയെ ബാധിച്ച കാര്യമേ ആയിരുന്നില്ലെന്ന് മാത്രമല്ല, ഭദ്രയ്ക്ക് ഇതിലും വലിയ സന്തോഷം വേറില്ലെന്ന് വേണം പറയാൻ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.